Hi students, today we are discussing about differentiating polynomials. Polynomialsനെ നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Polynomials can be differentiated using the power rule and sum rule and the constant multiple rule. അതായത് ലെബിനിസ് നൊട്ടേഷൻ വെച്ചിട്ട് നമുക്ക് ഈ റൂളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ലെബിനിസ് നൊട്ടേഷൻ അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് സം റൂൾ, ഡി ബൈ ഡി എക്സ് ഓഫ് പവർ റൂൾ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നുള്ളത്. സംഭവമൊക്കെ ശരി, എല്ലാം ഒന്ന് തന്നെയാണ്. ഇതൊരു ഡിഫറെൻറ്റ് നൊട്ടേഷൻസിൽ പഠിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വി മെയിൻലി ഫോക്കസ്ഡ് ഓൺ ഡിഫറൻഷിയേറ്റിംഗ് എ പോളിനോമിയൽ. പോളിനോമിയലിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളൊരു ജനറലായിട്ടൊരു പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x റേസ് ടു 5 മൈനസ് 8x റേസ് ടു 4 പ്ലസ് 4x പ്ലസ് 2. ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനാദ്യം ഓരോ മോണോമിയൽസ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. അതായത് ഫസ്റ്റ് 3x റേസ് ടു 5നെ, ദെൻ മൈനസ് 8x റേസ് ടു 4നെ, ദെൻ പ്ലസ് 4xനെ, ദെൻ പ്ലസ് 2നെ. ഇതിനെ ഓരോന്നിനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആക്കാൻ പോകുന്നത്. അതിനാണ് നമ്മൾ ഏതൊക്കെ റൂൾ യൂസ് ചെയ്യുന്നത്? പവർ റൂൾ, സം റൂൾ ആൻഡ് ദി കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ. അത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് എക്സ് റേസ് ടു 5, അതായത് എക്സ് റേസ് ടു n ഫോമിലുള്ള ഒരു പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂളും സം റൂളും ആൻഡ് പവർ റൂളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിനെയൊക്കെ നമുക്ക് മാറ്റി എന്താക്കാം, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. ആദ്യം നമ്മൾ ജനറലായിട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എന്നിനെ എങ്ങനെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി എല്ലാ പോളിനോമിയൽസിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ അറിയും. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എന്നിൻ്റെ ജനറൽ ഫോം നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചത് വെച്ചിട്ട് n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1, ആ ഒരു ഫോമിലേക്ക് എങ്ങനെ നമ്മൾ എത്തിക്കാം എന്നുള്ളതാണ്. അപ്പം നമ്മൾ നേരത്തെ ലെബിനിസ് നൊട്ടേഷൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വാട്ട് ഈസ് ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവ് ഈസ് ആക്ച്വലി ദ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻ ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ്. ഇതാണ് ആക്ച്വലി ഡെറിവേറ്റീവ്. ഇതേ ഫോമിൽ തന്നെ നമ്മൾ ആക്ച്വലി എങ്ങനെ പോകുന്നു, ഈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു n എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഡെറിവേറ്റീവ് എടുക്കുന്നു. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഫസ്റ്റ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ റേസ് ടു n. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു n ടൈംസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്താകുന്നതാണ്, മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഇനി അതിൻ്റെ ജനറൽ ഫോം, ഇത് ആക്ച്വലി ബൈനോമിയൽ തിയറം വഴിയാണ് നമുക്കിതിൻ്റെ ജനറൽ ഫോം, ഇതിൻ്റെ എക്സ്പാൻഷൻ നമുക്ക് പോസിബിൾ ആണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുക്കുന്നത്. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, 2x പ്ലസ് ഡെൽറ്റ എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ. ഇതാണ് ആക്ച്വലി കിട്ടുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് 2x ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ. ഈ ത്രീ നൊട്ടേഷൻസ് വരുമ്പോൾ 3x പ്ലസ് ഡെൽറ്റ എക്സ് വരുമ്പോൾ ജനറലായിട്ട് എക്സ് ക്യൂ പ്ലസ് ലാസ്റ്റ് ഫോം വരുന്നത് എക്സ് ക്യൂ പ്ലസ് 3x സ്ക്വയർ ഡെൽറ്റ എക്സ് പ്ലസ് 3x ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ ക്യൂബ്. ഇനി നമ്മൾ ഈ ഒരു ജനറൽ ഫോം വെച്ചിട്ട് നമുക്കിത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ റൈസ് ടു n എന്നിൻ്റെ നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് കാണാം. നോട്ടീസ് ദാറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഡെൽറ്റ എക്സ് വിൽ ബി nx റൈസ് ടു n മൈനസ് 1. വൈ? ഇവിടെ നോക്കൂ, ഡെൽറ്റ എക്സിൻ്റെ കോഎഫിഷ്യന്റ് 3x സ്ക്വയർ, ദാറ്റ് ഈസ് ഇവിടെ 3 ടേംസ് ആണുള്ളത്. 3x സ്ക്വയർ, 3യിൽ നിന്നൊന്ന് കുറച്ച് 2xൻ്റെ പവറായിട്ട് വരും. അതുപോലെ തന്നെ ഡെൽറ്റ എക്സിൻ്റെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സിലെ here delta x, the coefficient of delta x will be nx raised to n minus 1. Here delta x ന്റെ മാത്രം കോഎഫിഷ്യന്റ് നോക്കൂ, 3x സ്ക്വയർ, ദാറ്റ് ഈസ് 3 ടൈംസ് ആണ് എക്സ്പാൻഷൻ വരുന്നത്. അപ്പോൾ 3 ഇൻറ്റു എക്സ് റൈസ് ടു 3 മൈനസ് 1. അപ്പോൾ ബാക്കി എല്ലാ ടൈമിനും ഡെൽറ്റ എക്സിനേക്കാൾ ഒരു പവർ കൂടുതലുണ്ടാകും, ഡെൽറ്റ എക്സ് സ്ക്വയർ ഡെൽറ്റ എക്സ് ക്യൂബ്. നമ്മൾ അങ്ങനെ ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ x plus delta x all raised to n is equal to x raised to n
plus delta x ന്റെ coefficient n into x raised to n minus 1 plus terms involving delta x square, delta x cube, etc. delta x raised to n. Here നോക്കൂ delta x square, delta x cube അങ്ങനെ പോകുന്നു. ഈ ബൈനോമിയൽ തിയറത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താക്കാം, നമ്മുടെ ലിമിറ്റ് എടുക്കുക. ഈ ലിമിറ്റാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എന്നാലാണ് നമുക്ക് ഡെറിവേറ്റീവ് കിട്ടുക. ഇനി നമ്മൾ ലിമിറ്റ് എടുക്കും. f of x plus delta x minus f of x divided by delta x, that is x plus delta x all raised to n. നമ്മളത് ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞു. മൈനസ് എക്സ് റേസ് ടു എൻ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ ഡെൽറ്റ എക്സ് പ്ലസ് ടേംസ് ഇൻവോൾവിങ് ദിസ്. ഇവിടെ ഒരു എക്സ് റേസ് ടു എൻ മൈനസ് എക്സ് റേസ് ടു എൻ, എക്സ് റേസ് ടു എൻ മൈനസ് എക്സ് റേസ് ടു എൻ കട്ട് ചെയ്ത് പോയി ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ദെൻ എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ, കാരണം ഇവിടെയൊക്കെ ഉള്ളത് എന്താണ്, ഡെൽറ്റ എക്സ് സ്ക്വയർ ഡെൽറ്റ എക്സ് റേസ് ടു എൻ ഫോമിലാണുള്ളത് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ ഡെൽറ്റ എക്സും ഡെൽറ്റ എക്സ് ഇവിടെ ക്യാൻസൽ ചെയ്തു. ഇനി ഇവിടെയുള്ള ഓരോ ഇതിലും ഡെൽറ്റ എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഡെൽറ്റ എക്സ് സ്ക്വയർ ഇവിടെ ഒരു ഡെൽറ്റ എക്സ് വന്നു. ഇങ്ങനെ ഓരോ ഡെൽറ്റ എക്സും ഇവിടെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്തായി, ബാക്കി വരുന്നത് എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് ടേംസ് ഇൻവോൾവിങ് ഡെൽറ്റ എക്സ് എക്സെട്ര ഡെൽറ്റ എക്സ് റേസ് ടു എൻ മൈനസ് വൺ. ഇങ്ങനെയാണ് ടേംസ് വരുന്നത്. ടേംസ് ഇൻവോൾവിങ് ഡെൽറ്റ എക്സ് എക്സെട്ര ഡെൽറ്റ എക്സ് റേസ് ടു എൻ മൈനസ് വൺ. ഇങ്ങനെയാണ് ആക്ച്വലി ടേംസ് വരുന്നത്. ഇനി നമ്മൾ നേരെ ലിമിറ്റ് അപ്ലൈ ചെയ്യും. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേംസ് ഡെൽറ്റ എക്സിൽ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഡെൽറ്റ എക്സ് 0 ആയി, ഡെൽറ്റ എക്സ് സ്ക്വയർ 0 ആയി, ഡെൽറ്റ എക്സ് റേസ് ടു എൻ മൈനസ് വൺ 0 ആയി. ഇവിടെ ഡെൽറ്റ എക്സിൻ്റെ ടേം ഇല്ല. അപ്പോൾ എന്താ ആക്ച്വലി വരിക, എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ എന്നാണ് ആക്ച്വലി ഡെറിവേറ്റീവ് വരിക. അതാണ് നമുക്കിവിടെ ആക്ച്വലി കിട്ടിയത്. ഇതാണ് ആക്ച്വലി പവർ റൂൾ. ടു ഡിഫറൻഷിയേറ്റ് എ പവർ ഓഫ് എക്സ് റേസ് ടു എൻ, ബ്രിങ് ഡൗൺ ദ എക്സ്പൊണൻറ്റ് ആസ് എ ഫാക്ടർ ആൻഡ് റെഡ്യൂസ് ദ എക്സ്പൊണൻറ്റ് ബൈ 1. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ, ദെൻ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ. ഇതാണ് പവർ റൂൾ. നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്തോ. ഇതാണ് നമ്മുടെ ആക്ച്വൽ ലിമിറ്റ്, എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇനി എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ റേസ് ടു എൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഡെൽറ്റ എക്സിൻ്റെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ ഡെൽറ്റ എക്സിൻ്റെ ടേം. അങ്ങനെയാണ് വരിക. ദെൻ അത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു x raised to n plus nx raised to n minus 1 delta x plus terms involving delta x square, delta x cube, etc. delta x raised to n വരും. ഇനി നമ്മളിത് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ ഡെൽറ്റ എക്സ് പ്ലസ് ടേംസ് ഇൻവോൾവിംഗ് ദിക്സ് മൈനസ് എക്സ് റേസ് ടു എൻ. എക്സ് റേസ് ടു എൻ എക്സ് റേസ് ടു എൻ ക്യാൻസൽ ചെയ്ത് പോയി ബാക്കി വരുന്ന ടേമാണിത്. ഇവിടെ ഒരു ഡെൽറ്റ എക്സ് ഉണ്ട്, ഇവിടെ ഡെൽറ്റ എക്സ് സ്ക്വയർ തൊട്ടുള്ള പവേഴ്സ് ആണുള്ളത്. ഡെൽറ്റ എക്സും ഡെൽറ്റ എക്സും ക്യാൻസൽ ചെയ്തു. ദെൻ ഇവിടെയുള്ള ഓരോ ഡെൽറ്റ എക്സിനും നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് ടേംസ് ഇൻവോൾവിങ് ഡെൽറ്റ എക്സ് എക്സെട്ര ഡെൽറ്റ എക്സ് റേസ് ടു എൻ മൈനസ് വൺ. ഇനി ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ്, ഈ ടേംസ് മൊത്തം ഡെൽറ്റ എക്സ് 0 ആവുന്നു, ഡെൽറ്റ എക്സ് റേസ് ടു എൻ മൈനസ് വൺ വരെയുള്ള ടേംസ് മൊത്തം 0 ആവുന്നു. നമുക്ക് ആക്ച്വലി എന്ത് കിട്ടുന്നു, ഈ ഒരു ടേം മാത്രം ബാക്കി വരുന്നു. ദാറ്റ് ഈസ് ദി ഡെറിവേറ്റീവ്. ഇതിനെയാണ് നമ്മൾ പവർ റൂൾ എന്ന് പറയുന്നത്. ഇനി നമുക്കിത് വെച്ചിട്ട് ഓരോന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 8 ഈസ് ഈക്വൽ ടു 8 എക്സ് റേസ് ടു 7. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 12 ഈസ് ഈക്വൽ ടു 12 എക്സ് റേസ് ടു 11. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 99 ഈസ് ഈക്വൽ ടു 99 എക്സ് റേസ് ടു 98 എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ. ഇനി നമുക്ക് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ. ടു ഡിഫറൻഷിയേറ്റ് എ പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ കെ വിത്ത് എഫ് ഓഫ് എക്സ്, multiply the number k by the derivative of f dash x, that is kf dash all x is equal to k into f dash of x. അതായത് നമുക്ക് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ഓഫ് ഒരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് നമുക്ക് പുറത്തെടുത്തിട്ട് ഫംഗ്ഷനെ മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതി. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് കെ ഔട്ട് സൈഡ് വരും, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് വരും. നമുക്ക് അതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കി. സെയിം പ്രൂഫ്. നമ്മൾ കെ ആണ് കോൺസ്റ്റൻറ്റ്, എച്ച് ഓഫ് എക്സ് ഒരു പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ദെൻ ബൈ ദ ഡെഫിനിഷൻ ഓഫ് ദി ഡെറിവേറ്റീവ് ആൻഡ് ദ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ്
ബട്ട് നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഇതാണിത് ഇക്വേഷൻ. ദാറ്റ് ഈസ് എച്ച് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻ ടു 0 എച്ച് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എച്ച് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ദാറ്റ് ഈസ് k into f of x plus delta x minus k into f of x divided by delta x. That is equal to limit delta x tend to 0 k into f of x plus delta x minus f of x by delta x. നമ്മൾ ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി നമുക്കിത് രണ്ടും എന്താക്കാം, ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്, ഇത് വേറൊരു ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് രണ്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻ ടു 0 k into limit delta x tend to 0 f of x plus delta x minus f of x divided by delta x. What is this? This is actually f dash x. ഇതാണ് f dash x ൻ്റെ ഡെഫിനേഷൻ പ്രകാരമുള്ള f dash x ഇതാണ്. ദാറ്റ് ഈസ് ഇതിൻ്റെ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് തന്നെയാണ്. therefore k into f dash x that is equal to k into f dash x. നമുക്ക് ആക്ച്വലി ഇതാണ് ഇതിൻ്റെ പ്രൂഫ് വരുന്നത്, k into f dash x. ദാറ്റ് ഈസ് d by dx of k into f of x is equal to k into d by dx of f of x. That is k into f dash of x. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. 3x raised to 7, അതായത് അറ്റ് ദ സെയിം ടൈം ഇത് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ഓഫ് എ പോളിനോമിയലാണ്. പോളിനോമിയലിൻ്റെ നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് d by dx of -3 into x raised to 7 that is equal to -3 ഔട്ട്സൈഡ് എടുക്കുന്നു. d by dx of x raised to 7 d by dx of x raised to 7 is equal to 7 into x raised to 6 that is -21 x raised to 6. d by dx of root x is equal to 1 by 2 root x. ഈ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ d by dx of 5 into root x that is equal to 5 into d by dx of root x that is equal to 5 by 2 root x. d by dx of 1 by x that is 1 by x means x raised to -1, then that is x raised to n ഫോമിലാണുള്ളത്, that is equal to -1 by x square നമുക്ക് കിട്ടും. d by dx of 8 by x എന്ന് പറഞ്ഞാൽ 8 കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഔട്ട് സൈഡ് എടുത്തിട്ട് നമുക്ക് 1 by x-ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു, ദാറ്റ് ഈസ് -8 by x square. d by dx of -6a square is ax square is equal to -6a into d by dx of x square that is equal to -12ax. ഇനി നമ്മുടെ അടുത്ത സം റൂളിലേക്ക്. ഇഫ് എഫ് ആൻഡ് ജി ആർ ടു ഫംഗ്ഷൻസ് ദ സം എഫ് പ്ലസ് ജി ഡിഫൈൻഡ് ബൈ ദി ഫോർമുല എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. സം റൂൾ എന്താണെന്ന് പറയുന്നത് എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. ഇത് സം റൂൾ പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 9 ആൻഡ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 5x. Use the quadratic function rule. Quadratic function rule അറിയാം to verify that f plus g of dash of x is equal to f dash plus g dash. Quadratic function rule നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചു കഴിഞ്ഞു. By the quadratic function rule f dash x is equal to 6x plus 5 g dash x is equal to 4x plus 5. What is f dash x plus g dash x? That is 10x plus 10. ഇനി on the other hand നമുക്ക് f plus g എന്താണ് ടോട്ടലി ആഡ് ചെയ്ത് കണ്ടുപിടിക്കുക. That is 5x square plus 10x plus 9. അതാണ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. 3x സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ 5x സ്ക്വയർ 5x പ്ലസ് 5x 10x പ്ലസ് ഇവിടെ എക്സ്ട്രാ 9 വരുന്നു. ഇനി ഇതിൻ്റെ മൊത്തത്തിലുള്ള ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് ജി ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റൂൾ 10x പ്ലസ് 10. അപ്പോൾ രണ്ടും ആക്ച്വലി സെയിം ആണെന്ന് കിട്ടി. ഇനിയാണ് നമ്മൾ അടുത്തത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വെരിഫിക്കേഷൻ മാത്രമാണ്, സം റൂളിൻ്റെ വെരിഫിക്കേഷൻ മാത്രമാണ്. ഇനി വാട്ട് ഈസ് സം റൂൾ? നമുക്കിനി സം റൂൾ എന്താണെന്ന്. ടു ഡിഫറൻഷിയേറ്റ് എ സം ടേക്ക് ദി സം ഓഫ് ദി ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് എഫ് പ്ലസ് ജി ഓൾ ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് പ്ലസ് ജി ഡാഷ്. ഇനി എൻ്റെ ലെബിനിസ് നൊട്ടേഷൻ പ്രകാരം ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് ഓർ ഡി ബൈ ഡി എക്സ് ഓഫ് യു പ്ലസ് വി ഈസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ്. അതായത് മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഡെറിവേറ്റീവ് എടുത്തിട്ട് ആഡ് ചെയ്യും, അത്രയേ ഉള്ളൂ. നമുക്കത് പ്രൂവ് ചെയ്ത് നോക്കാം. സിമ്പിൾ പ്രൂഫാണ്. സെയിം ഡെറിവേറ്റീവ് കാണുന്ന അതേ രീതി ഫോളോ ചെയ്യുന്നു. ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻ ടു 0 എഫ് പ്ലസ് ജി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് പ്ലസ് ജി ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്
If this limit exists, we can rewrite the limit as delta x tend to 0 f of x naught plus delta x plus, അതായത് എന്താണ് നമ്മൾ ഈ ഒരു ഫോർമാറ്റിൻ്റെ എക്സ്പാൻഷൻ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ജി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് ജി ഓഫ് എക്സ് നോട്ട്. ഇനി നമ്മൾ ഇതൊന്നും കൂടി റീഅറേഞ്ച് ചെയ്യും, ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അതായത് എഫുകളെ ഒക്കെ ഒരുമിച്ചാക്കുന്നു, ജികളൊക്കെ ഒരുമിച്ചാക്കും. ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡ് ടു 0 f of x naught plus delta x minus f of x naught by delta x plus g of x naught plus delta x minus g of x naught divided by delta x. എഫുകളെയും ജികളെയും ഒരുമിച്ചാക്കും. ഇവിടുത്തെ ഒരു എഫ് എടുത്തു, ഇവിടുന്ന് ഒരു എഫ് എടുത്തു, ബൈ ഡെൽറ്റ എക്സ്. ഇവിടുന്ന് ഒരു ജി എടുത്തു, ഇവിടുന്ന് ഒരു ജി എടുത്തു, ബൈ ഡെൽറ്റ എക്സ്. അതായത് എഫിൻ്റെയും ജിയുടെയും ഡെറിവേറ്റീവ് ബൈ സം റൂൾ ഫോർ ലിമിറ്റ്സ്, ദെൻ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ നമ്മളെ സം റൂൾ ഫോർ ലിമിറ്റ്സ് പ്രകാരം നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡ് ടു 0 ജി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ജി ഓഫ് എക്സ് നോട്ട് ബൈ ഡെൽറ്റ എക്സ്. ദിസ് ഈസ് ആക്ച്വലി ജി ഡാഷ് ഓഫ് എക്സ്, ദിസ് ഈസ് ആക്ച്വലി എഫ് ഡാഷ് ഓഫ് എക്സ്. ഇഫ് എഫ് ആൻഡ് ജി ആർ ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് നോട്ട്, ഡിഫറൻഷ്യബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ദീസ് ടു ലിമിറ്റ്സ് are just the f dash of x naught ആണ്, the g dash of x naught ആണ്. Therefore f plus g dash of x naught is actually equal to f dash of x naught plus g dash of x naught. This concludes the proof. ഇനിയാണ് ഇതിൻ്റെ പ്രൂഫ് വരുന്നത്. നോക്കൂ, ഫസ്റ്റ് നമ്മൾ എഫ് പ്ലസ് ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് ജി ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് പ്ലസ് ജി ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇഫ് ദിസ് ലിമിറ്റ് എക്സിസ്റ്റ് വി ക്യാൻ റീറൈറ്റ്. നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് റീറൈറ്റ് ചെയ്ത് എഴുതുന്നു. എഫുകളൊക്കെ ഒരുമിച്ചാക്കുന്നു, ജികളൊക്കെ ഒരുമിച്ചാക്കുന്നു. ദെൻ ഈ ലിമിറ്റ് രണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കി മാറ്റി എഴുതുന്നു, എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ജി ഡാഷ് ഓഫ് എക്സ് നോട്ട്. ഇതാണ് ആക്ച്വലി സം റൂൾ. ഇത് തന്നെ ട്രിപ്പിൾ ആയിട്ടുള്ള വരുന്നതിന് നമുക്കിത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അതായത് ലീനിയർ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് 3 ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷ്യബിൾ എടുത്താൽ മതി എന്നാണ് ഈ ഇത്തരത്തിലുള്ള റൂളുകൾ പറയുന്നു. Find the formula for the derivative of 8f of x minus 10g of x. Constant multiple rule plus sum rule ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്ത് നോക്കാം. d by dx of 8 into f of x minus 10 into g of x is actually equal to d by dx of 8 into f of x plus d by dx of minus 10 into g of x. Constant multiple rule പ്രകാരം 8 into d by dx of f of x minus 10 into d by dx of g of x. That's it. ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്താക്കാം, പോളിനോമിയലിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. ഡിഫറൻഷിയേറ്റ് എക്സ് റേസ് ടു 9 പ്ലസ് എക്സ് റേസ് ടു 23 പ്ലസ് ഇത് രണ്ട് പോളിനോമിയൽ. നമ്മൾ സം റൂൾ പഠിച്ചു കഴിഞ്ഞു, പവർ റൂൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നു. സം റൂൾ പ്രകാരം ഇതിനൊക്കെ ഓരോന്നിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. ഓരോന്നിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള പവർ റൂൾ പ്രകാരം ഇതിൻ്റെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ പ്രകാരം ഇതിനെ മാറ്റി എഴുതാൻ അറിയാം. അപ്പോൾ d by dx of x raised to 95 plus x raised to 23 plus 2x square plus 4x plus 1 is actually equal to 95x raised to 94 plus 23x raised to 22 plus 4x plus 4. പവർ റൂളും കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂളും ഒരുമിച്ച് അപ്ലൈ ചെയ്തിട്ടാണ് നമുക്കിത് ആക്ച്വലി കിട്ടുന്നത്. രണ്ടാമത്തെ പോളിനോമിയൽ സ്വന്തം ചെയ്യാവുന്നതേ ഉള്ളൂ. ഡെറിവേറ്റീവ് ഓഫ് എ പോളിനോമിയൽ. ഒരു പോളിനോമിയലിൻ്റെ ജനറൽ ഫോം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. If f of x is equal to cn x raised to n plus x extra plus c2x square plus c1x plus c0, then the derivative f dash of x is actually equal to ncn x raised to n minus 1 plus n minus 1 cn minus 1 x raised to n minus 2 plus x extra plus 2c2x plus c1. അതായത് ഇവിടെ ആക്ച്വലി വരിക n into cn ഇൻറ്റു എക്സ് റേസ് ടു എൻ. ഇതിൻ്റെ സി എൻ ഔട്ട് സൈഡ് എടുക്കുന്നു. എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1, ദാറ്റ് ഈസ് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. അതിന് നമ്മളിങ്ങനെ മാറ്റി എഴുതി. രണ്ടാമത്തെ ടേമിൻ്റെ എൻ മൈനസ് 1 സി റേസ് ടു എൻ സി എൻ മൈനസ് 1. സി എൻ മൈനസ് 1 ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്ത് വന്നു. എക്സ് റേസ് ടു എൻ മൈനസ് 2. ഇതാണ് ആക്ച്വൽ ഫോമായിട്ട് വരിക. ഫൈൻഡ് ദ ഡെറിവേറ്റീവ്. ജസ്റ്റ് സിമ്പിളാണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ്
ഇത് സം റൂൾ അപ്ലൈ ചെയ്യുന്നു, കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ അപ്ലൈ ചെയ്യുന്നു, ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു, ആക്ച്വലി ഇത് കിട്ടുന്നു 3x² + 10x - 9.